പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ അറിവുത്സവം NSS അറിവുത്സവം 20ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മക്കള് മൈക്ക് ഓഫ് ആക്കേണ്ടതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് രഞ്ജിത്ത് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ ജിസ്മി ടീച്ചറെ ക്ഷണിക്കുകയാണ്. ജിസ്മി ടീച്ചർ. ഓക്കെ ടീച്ചർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. പ്രശസ്തനായ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. നമ്മളെല്ലാവരും LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തീവ്ര പരിശീലനത്തിലാണ്. അപ്പൊ ആ പരിശീലനം സമ്പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ സമ്പൂർണ്ണ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് മെന്റേഴ്സ് കേരളയുടെ നേതൃത്വത്തില് നിങ്ങൾക്ക് അറിവുത്സവം എന്ന ഗൂഗിൾ മീറ്റ് പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ട് ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുന്നത് രഞ്ജിത്ത് സാറാണ്. മലയാള ഭാഷയില് വളരെ താല്പര്യപൂർവ്വം ക്ലാസ് എടുക്കുന്ന പ്രാവീണ്യമുള്ള ഒരു അധ്യാപകനാണ് രഞ്ജിത്ത് സാറ്. സാറ് LSSല് 1ാം പാഠത്തില് LSSന് വരുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. എന്റെ മക്കളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് ടീച്ചർക്ക് അറിയാം. അപ്പൊ അതിന് എല്ലാവരും മൈക്കൊന്നും ഓണാക്കാതെ വീഡിയോ ഓണാക്കാതെ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് നോട്ടുകളൊക്കെ കൃത്യമായിട്ട് ഈ 1 മണിക്കൂർ നമ്മുടെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്താനുള്ള സമ്പൂർണ്ണ ശ്രമമായി കരുതിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ പരിശ്രമിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് വിചാരിക്കുന്നു. സാറിനും എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുമക്കള്, അധ്യാപകര്, മാതാപിതാക്കള് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ടീച്ചർ നിർത്തുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ടീച്ചർക്ക് അറിയാം. അപ്പൊ അതിന് എല്ലാവരും തയ്യാറായിട്ടിരിക്കുക. നോട്ടും പാനും എല്ലാവരും കയ്യിൽ കരുതിയിട്ടുണ്ടാവും. അപ്പൊ അതിനെല്ലാവരും തയ്യാറാകുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജിസ്മി ടീച്ചർ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. കേൾക്കുന്നുണ്ടല്ലോ? ശരി ശരി, ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഇനി എല്ലാവരും ടീച്ചർ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലെ? നമ്മുടെ ക്ലാസ് സുഗമമായി പോകുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ മൈക്ക്, വീഡിയോ ഇത് രണ്ടും നിർബന്ധമായും എല്ലാവരും, എല്ലാ കുട്ടികളും ഓഫ് ചെയ്ത് വെക്കുക. പൂർണ്ണമായും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ LSS അറിവുത്സവം പരിപാടിയുടെ 20ാമത്തെ ദിവസമാണല്ലേ ഇന്ന്. അപ്പോ വളരെ രസകരമായ ക്ലാസ്സുകളാണ് ഇത്രയും ഈ 19 ദിവസങ്ങളും നിങ്ങൾ വീക്ഷിച്ചത്. അതിൽ നിന്നും ധാരാളം കാര്യങ്ങൾ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ LSS എഴുതുന്ന കുട്ടികളാണ്, വളരെയധികം മിടുക്കരാണ്. സാർ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണെ, സാറിന് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സാർ അത് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്, റേഞ്ച് ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് സാർ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, മലയാളം ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും സാർ കാണുന്നുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സില് മലയാളം ക്ലാസ്സുകളിൽ ടീച്ചർമാർ ബിന്ദു ടീച്ചറും അതേപോലെ മായ ടീച്ചറും നമ്മുടെ ഉമ്മ ടീച്ചറൊക്കെ വ്യത്യസ്ത വ്യവഹാര രൂപങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. എല്ലാവർക്കും അത് വളരെയധികം വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ടീച്ചർമാരത് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നു. സാറ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലയാളം പരീക്ഷയ്ക്ക്, നമ്മുടെ LSS പരീക്ഷയ്ക്ക് മലയാളം വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തവണ ഒരു 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ തന്നെ ഒരു 5 മാർക്കിന്റെ ചോദ്യങ്ങൾ 1 മാർക്ക് വീതമുള്ള 5 ചോദ്യങ്ങളാണുള്ളത്. ബാക്കി ഒരു ചോദ്യം എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെതായിരിക്കും. അപ്പൊ ആ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള 1 മാർക്കിന്റെ വീതമുള്ള 5 ചോദ്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ആ 5 മാർക്കും, ആ 1 മാർക്കിന്റെ വീതമുള്ള 5 ചോദ്യങ്ങളും
നമുക്ക് മുഴുവനായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സാർ അത് എല്ലാ പോർഷനൊന്നും എടുത്തിട്ടില്ല. ആദ്യത്തെ യൂണിറ്റ്, ഒന്നാമത്തെ യൂണിറ്റ് ആയ നമ്മുടെ അമൃതം എന്ന് പറയുന്ന യൂണിറ്റിലെ ഇതുപോലെ ഒരു മാർക്കും മേടിക്കാൻ സാധിക്കുന്ന തരത്തില് നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് സാറ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ പഠിച്ച് ആദ്യത്തെ യൂണിറ്റ് ആയതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു പാഠഭാഗം കൂടിയാണ്. അത് സാറിന് അറിയാം. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരങ്ങൾ നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മളുടെ ക്ലാസിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ കുഞ്ഞുമക്കളും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയാണ്. സാർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മൈക്രോഫോണും വീഡിയോയും ആരും ഓൺ ചെയ്യരുത്. ദയവ് ചെയ്ത് നമ്മുടെ ക്ലാസ് സുഗമമായി നടക്കട്ടെ. ചോദിക്കുന്നതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മിടുക്കര കുട്ടികളാണ്. നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. ചാറ്റ് ബോക്സിലൂടെ മാത്രം അതിന്റെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. സാർ അതിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ നമ്മുടെ മലയാളം പാഠഭാഗം ഈ വർഷം ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ ആരംഭിച്ചത് ഒന്നാമത്തെ യൂണിറ്റില്, അമൃതം എന്ന് പറയുന്ന യൂണിറ്റില് നമ്മളൊരു കവിത പഠിച്ചുകൊണ്ടാണ് നമ്മുടെ യൂണിറ്റ് ആരംഭിച്ചത്. കവിത ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അറിയുന്നുണ്ടല്ലോ. ആ കവിതയുടെ പേരൊന്ന് സൂചിപ്പിക്കാമോ ആർക്കെങ്കിലും? നമ്മൾ പഠിച്ച വെണ്ണക്കണ്ണൻ. ഓക്കെ, വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ വെണ്ണക്കണ്ണൻ കവിത രചിച്ചത് ആരാണെന്ന് മക്കൾക്ക് അറിയാലോ അല്ലെ? ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നാൽ മതി. സാറ് കാണുന്നുണ്ട്. എല്ലാവരും വെണ്ണക്കണ്ണൻ എന്ന് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന ആ ഒരു കവിതാഭാഗം ആരാണ് രചിച്ചത്? ഓക്കെ, വെരി ഗുഡ്. ചെറുശ്ശേരിയാണ് രചിച്ചത് അല്ലെ. ചെറുശ്ശേരി നമ്പൂരിയാണ് രചിച്ചത്. ചെറുശ്ശേരിയുടെ ഏത് കൃതിയിൽ നിന്നാണ് നമ്മുടെ ഈ വെണ്ണക്കണ്ണൻ എന്ന കവിതാഭാഗം എടുത്തിട്ടുള്ളത്? ചെറുശ്ശേരിയുടെ ഏത് കൃതിയിൽ? ഓക്കെ, ആരും പറയണ്ട, മൈക്ക് ഓൺ ചെയ്ത് പറയണ്ട. കൃഷ്ണഗാഥ എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ നിന്നാണ് അല്ലെ. ചെറുശ്ശേരിയെ പ്രശസ്തനാക്കിയ ഏറ്റവും മികച്ചൊരു കൃതി തന്നെയാണ് കൃഷ്ണഗാഥ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കൃഷ്ണഗാഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് അല്ലെ, കൃഷ്ണഗാഥയെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. കൃഷ്ണഗാഥയുടെ വേറൊരു പേര്, ഉത്തരം വന്നു കഴിഞ്ഞു. ഓക്കെ, മിടുക്കര്. കൃഷ്ണപ്പാട്ട്. ഓക്കെ, വെരി ഗുഡ്. ആരോ ഒരാൾ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആരാണ് എന്ന് മനസ്സിലായില്ല. സ്ക്രീൻ പ്രസന്റ് ചെയ്യരുത്. അപ്പൊ കൃഷ്ണപ്പാട്ട് വളരെ ശരിയാണ്. നമുക്ക് ചോദ്യങ്ങൾ LSS പരീക്ഷ ആയതുകൊണ്ട് തന്നെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ മിടുക്കര് കുട്ടികളായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്ത് എന്നായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. പകരം നമുക്ക് ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തരും. ഉദാഹരണത്തിന് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 3ഓ 4ഓ ഓപ്ഷൻസ് തരും. അത് നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ തരിക. ഉദാഹരണം പറഞ്ഞാല് കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗീതം, കൃഷ്ണഗാനം, കൃഷ്ണരാഗം. നമുക്കെല്ലാം നന്നായിട്ട് കൃഷ്ണപ്പാട്ടെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ ഒരു 4 ഓപ്ഷൻസ് കേൾക്കുമ്പോൾ എല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെട്ട പേരുകളും കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നും. പരീക്ഷയ്ക്ക് നമുക്ക് അനാവശ്യമായ കൺഫ്യൂഷനുകൾ ഒന്നും വേണ്ട അല്ലെ. നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു 4 ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു 4 ഓപ്ഷൻസ് വരുന്നത്. ഇപ്പൊ കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗീതം, കൃഷ്ണഗാനം, കൃഷ്ണരാഗം എന്നൊക്കെ ഓപ്ഷൻസ് ഇടുമ്പോൾ നമുക്ക് കൃഷ്ണപ്പാട്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്ന് ഒരിക്കലും അത് തെറ്റിച്ച് കളയരുത്. അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവാം. അത് വളരെയധികം ശ്രദ്ധിച്ചേ മക്കൾ എഴുതാവുള്ളൂ. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് കൃഷ്ണപ്പാട്ട്. ശരിയാണ്. ഇപ്പോഴും ഉത്തരങ്ങൾ വരുന്നുണ്ട്. മിടുക്കരാണ്. ഓക്കെ, ഇനി നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി ഒരു രാജാവിന്റെ കൊട്ടാര സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി അല്ലെ. ഏത് രാജാവിന്റെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു ചെറുശ്ശേരി? അതിന്റെ ഉത്തരങ്ങൾ മക്കൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ മോളെ. നന്നായിരുന്നു. ഓക്കെ, നന്നായിരുന്നു. കോലത്ത് നാട്ടിലെ അല്ലെ ഉദയവർമ്മൻ മഹാരാജാവിന്റെ സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി. അപ്പോ ഈ ചെറുശ്ശേരി നമ്പൂരി കൃഷ്ണഗാഥ എന്ന് പറയുന്ന ആ കൃതി, അദ്ദേഹത്തിന്റെ ആ കൃതി രചിക്കാനിടയായ സാഹചര്യമൊക്കെ നമുക്കറിയാം അല്ലെ. ആരുടെ ആജ്ഞപ്രകാരമായിരുന്നു ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്? ഉത്തരങ്ങൾ
വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ 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 അതെ, ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞപ്രകാരമായിരുന്നു. ഓക്കെ, മിടുക്കനാണല്ലോ. മൈക്ക് ഓഫ് ചെയ്യേണ്ട മോനെ, മൈക്ക് ഓൺ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. ഇനി ഈ കൃഷ്ണഗാഥ രചിച്ചത് ഏത് വൃത്തത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ? വൃത്തങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏത് വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്? അതൊന്ന് വേഗം മക്കളൊന്ന് അതാ ഉത്തരം വന്നു കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് അല്ലെ? ഒന്നാമത്തെ പാഠഭാഗമായതുകൊണ്ട് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് സാറിന് അറിയാം. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് അതിൽ നിന്നുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങൾ സാറിന് ചോദിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് സാറിന്. ആ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരിയൊക്കെ ഉൾപ്പെടുന്ന ഒരു കവിത്രയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു കവിത്രയം പഠിച്ചിട്ടുണ്ട്. ആ കവിത്രയത്തിനൊരു പ്രത്യേക പേര് പറയുന്നുണ്ടല്ലോ. ആരാണ്? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പ്രാചീന കവിത്രയം ഉത്തരം പറഞ്ഞു. മൈക്ക് ഓൺ ചെയ്ത് പറയരുത്. ഓക്കെ ഓക്കെ ഓക്കെ, പ്രാചീന കവിത്രയമാണ്. ത്രയം എന്ന വാക്കിൽ തന്നെ നമുക്കറിയാം അല്ലെ? എത്ര പേരുണ്ടാവും ത്രയം എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ത്രയം. വെരി ഗുഡ്, 3. ത്രയം എന്ന് പറഞ്ഞാൽ 3 എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ? അപ്പോ പ്രാചീന കവിത്രയത്തിലെ ഒരാളായിരുന്നു ചെറുശ്ശേരി. അപ്പൊ ബാക്കി ഇനി 2 പേരും കൂടെ കാണണമല്ലോ. പ്രാചീന കവിത്രയം ബാക്കി 2 പേർ ആരൊക്കെയായിരുന്നു? 3 പേരില് ഒരാള് ചെറുശ്ശേരി ആയിരുന്നു. പ്രാചീന കവിത്രയം ഒരാൾ വള്ളത്തോൾ എന്ന് പറഞ്ഞു. അയ്യോ അല്ല, സാറ് ചോദിച്ചത് പ്രാചീന കവിത്രയമാണ് ചോദിച്ചത്. നമ്മൾ തിരിഞ്ഞു കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, LSS പരീക്ഷയ്ക്ക് നമുക്ക് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ഒരു കാരണം ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. മിടുക്കരാണ്, ഉത്തരങ്ങൾ വരുന്നുണ്ട്. ചില തെറ്റുത്തരങ്ങൾ വന്നുകൊണ്ട് സാറ് പറഞ്ഞാണ്. ഇപ്പൊ വള്ളത്തോൾ അതിനകത്ത് സൂചിപ്പിച്ചു. വള്ളത്തോൾ പ്രാചീന കവിത്രയം അല്ല അല്ലെ? സാർ അതിലേക്ക് വരികയാണ്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഇവർ 3 പേരുമാണ് പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് അല്ലെ? അതിൽ തന്നെ നമുക്കൊരു പക്ഷേ നേരിട്ട് ഇങ്ങനെ ഒരു ചോദ്യം, അതായത് പ്രാചീന കവിത്രയം ആരെല്ലാം എന്നായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ LSS കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മളെ ഇത്തിരി കുഴപ്പിക്കുന്ന രീതിയിൽ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആര് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഒരു 3 ഓപ്ഷൻസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവാം. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, വള്ളത്തോൾ എന്നായിരിക്കും ചിലപ്പോൾ തരിക. അല്ലെങ്കിൽ കുമാരനാശാൻ എന്നായിരിക്കും ചിലപ്പോൾ തരിക. നമ്മള് കവിത്രയങ്ങള് പ്രാചീന കവിത്രയവും പഠിച്ചിട്ടുണ്ട്, ആധുനിക കവിത്രയവും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, വള്ളത്തോളും ചോദിക്കുമ്പോൾ ചോദ്യം ശ്രദ്ധിക്കാതെയാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആരെന്നുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോ ഒരു അശ്രദ്ധ കൊണ്ട് ചിലപ്പോ പ്രാചീന കവിത്രയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറുശ്ശേരി എന്ന പേര് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചെറുശ്ശേരി എന്ന് ഉത്തരം എഴുതി പോകും. പക്ഷേ ചെറുശ്ശേരി എന്ന ഉത്തരമാണോ അവിടെ വരേണ്ടത്? അല്ല. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാരായിരുന്നു? സാറ് പറഞ്ഞത് വള്ളത്തോളാണ് അതിൽ പറഞ്ഞിരുന്നത് അല്ലെ? അപ്പൊ വള്ളത്തോൾ എന്ന് എഴുതുക. കാരണം വള്ളത്തോള് പ്രാചീന കവിത്രയത്തിൽ പെടുന്ന വ്യക്തിയാണോ? അല്ല. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ നമ്മളെ ഒരു അല്പം ഒന്ന് ചുറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ആ ചുഴിയിൽ വീണു പോകരുത്. നമുക്ക് ആ മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് അതിന്റെ മാർക്ക് നഷ്ടപ്പെടരുത്. ഇതേപോലെ ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. ആധുനിക കവിത്രയം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ത്രയം 3 പേരുണ്ട്. ആധുനിക കവിത്രയം ആരെല്ലാമാണ് മക്കളെ? ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് തന്നിട്ടേ. ആധുനിക കവിത്രയം ആരെല്ലാമാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആ ഉത്തരങ്ങൾ വന്നു. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പറയണ്ട മക്കളെ. ഓക്കെ മിടുക്കരാണ്, നിങ്ങൾക്ക് അറിയാം. അത് ടൈപ്പ് ചെയ്തിട്ടാണ് മതി. അപ്പോ ഉമ്മ ടീച്ചർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലെ? ഓർത്തിരിക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ഓർഡറാണ് അല്ലെ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അദ്ദേഹത്തിന് മുഴുവൻ പേര് അതാ ഉത്തരം വന്നു, കുമാരനാശാൻ. ഓക്കെ കുമാരനാശാൻ അറിയാം. ഉള്ളൂർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? ഉള്ളൂർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്നത് ടൈപ്പ് ചെയ്തിട്ടേ
ചാറ്റ് ബോക്സിൽ ഇട്ടാൽ അതാ ഉത്തരം വന്നു കഴിഞ്ഞു. ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഓക്കെ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഓക്കെ, അതുപോലെ വള്ളത്തോൾ എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ അറിയുന്നു. വള്ളത്തോളിന്റെ മുഴുവൻ പേര് നിങ്ങൾക്ക് അറിയാമല്ലേ? കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും അറിയാം. വള്ളത്തോളിന്റെ മുഴുവൻ പേര് എന്തായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. ഉത്തരം വന്നു കഴിഞ്ഞു. വെരി ഗുഡ്, വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, മൈക്ക് ഓൺ ചെയ്യണ്ട. അപ്പോ നമുക്ക് ആധുനിക കവിത്രയും നമുക്ക് 3 പേരെയും വ്യക്തമായിട്ട് അറിയാം അല്ലെ? പേര് നീളക്കൂടുതലായതുകൊണ്ട് കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പഠിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ടീച്ചർമാരെല്ലാവരും ഒരു എളുപ്പ വഴിയിലൂടെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്ന ക്രമത്തിൽ തന്നെ ഒന്ന് ഓർത്തിരിക്കുക മക്കളെ എന്നായിരിക്കും പഠിപ്പിച്ചിരിക്കുക അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഇവിടെ മുഴുവൻ പേരും കൂടി ഒന്ന് ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം കേട്ടോ, തെറ്റിച്ച് കളയരുത്. അപ്പോ ഇതും ആധുനിക കവിത്രയം ആരെല്ലാം എന്നായിരിക്കില്ല ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചോദിക്കാം? ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തൊരു വ്യക്തി. ഉദാഹരണത്തിന് പ്രാചീന കവിത്രയം നമുക്കറിയാം. അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേര് തന്നിട്ട് ബാക്കി 2 പേര് കവിത്രയത്തിലെ ബാക്കി 2 പേര് ആധുനിക കവിത്രയത്തിന് ചോദിക്കാം. ഒരു ഉദാഹരണം സാർ പറയാം. കുമാരനാശാൻ, ഉള്ളൂർ, എഴുത്തച്ഛൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ചോദ്യം വ്യക്തമായിട്ട് വായിച്ചിട്ട് അതിന്റെ ഉത്തരം എഴുതണം. കണ്ടോ, ഇപ്പോഴും ഒരു 3 തെറ്റിച്ചു. കുമാരനാശാൻ എഴുതി. കുമാരനാശാൻ ആധുനിക കവിത്രയമാണ് അല്ലെ? നമ്മൾ ചോദ്യം ശ്രദ്ധിക്കാതെ ഉത്തരങ്ങൾ ഇപ്പൊ ശരി ഉത്തരം വരുന്നുണ്ട്. ചോദ്യം ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ഉത്തരം എഴുതുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും അത് തെറ്റിപ്പോകും. ആധുനിക കവിത്രയം അല്ലെ? ആധുനിക കവിത്രയം കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചോദ്യം ശ്രദ്ധിച്ചായിരുന്നോ? ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര് എന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോഴോ കുമാരനാശാൻ, ഉള്ളൂർ, എഴുത്തച്ഛൻ എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ശരിയായ ഉത്തരം വരേണ്ടത് ഇപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ട്. എഴുത്തച്ഛൻ എന്നാണ് ശരിയായ ഉത്തരം വരേണ്ടത് അല്ലെ? അതായത് എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നതാണ്, ആധുനിക കവിത്രയം അല്ല. അപ്പൊ അതനുസരിച്ച് എഴുത്തച്ഛൻ എന്നാണ് അവിടെ ഉത്തരം വരേണ്ടത് കേട്ടോ. അപ്പൊ അതാണ് സാറ് പറഞ്ഞത്. ചോദ്യം വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ എഴുതാവുള്ളൂ. മലയാളം നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമുള്ളൊരു വിഷയമാണ്. മറ്റു ഗണിതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ പരിസര പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മലയാളം വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ അതിലെ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കാതെ പരീക്ഷയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നിസ്സാരമായ 5 മാർക്കാണ്. പക്ഷെ ആ 5 മാർക്കിലെ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഒരു കാരണവശാലും ആ 1 മാർക്ക് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഓക്കെ മക്കള് ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ചെറുശ്ശേരിയുടെ വെണ്ണക്കണ്ണനൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിനകത്ത് നമുക്ക് പിന്നെ വെണ്ണക്കണ്ണൻ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു മറ്റൊരു ചെറിയ കഥയുണ്ട്, ചെറിയൊരു കഥാപാട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതും പൂതപ്പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പൂതപ്പാട്ട്. ഈ പൂതപ്പാട്ട് രചിച്ചത് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? പൂതപ്പാട്ട് രചിച്ചത് ആരാണ്? ഇടശ്ശേരി. അപ്പൊ അതിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം സാറൊന്ന് പറയാം. പൂതപ്പാട്ട് രചിച്ചത് ആരാണ്? അപ്പൊ ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്, ഇടശ്ശേരിയാണ് പൂതപ്പാട്ട് രചിച്ചത്. അവിടെയും നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം. പൂതപ്പാട്ട് രചിച്ചത് ആരെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓപ്ഷൻസ് ഒരു 4 ഓപ്ഷൻസ് തരികയാണെങ്കിൽ അതിൽ ഇടശ്ശേരി ഉണ്ട്, ചെറുശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരീക്ഷയുടെ ആ ഒരു വെപ്രാളത്തിന് ഒരു കാരണവശാലും നമ്മളത് തെറ്റിച്ച് കളയരുത്. ഇടശ്ശേരിക്ക് പകരം ചെറുശ്ശേരി എഴുതരുത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. പൂതപ്പാട്ട് രചിച്ചത് ഇടശ്ശേരിയാണ്. ഇടശ്ശേരിയുടെ മുഴുവൻ പേര് എല്ലാവർക്കും അറിയാലോ അല്ലെ? ആരൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടു? മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ മക്കളെ. നമ്മുടെ ക്ലാസ് നല്ല രീതിക്ക് പോട്ടെ. നമുക്ക് സമയം കുറവാണ്. ആ 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. വെരി ഗുഡ്. ഉത്തരം വന്നു കഴിഞ്ഞു. ഇടശ്ശേരി ഗോവിന്ദൻ നായർ അല്ലെ? ഗോവിന്ദൻ നായർ അല്ല, ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ, അപ്പൊ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് പൂതപ്പാട്ട് രചിച്ചത് അല്ലെ? അപ്പൊ പൂതപ്പാട്ട് നിങ്ങൾക്കറിയാം, ഒരു രസകരമായ ഒരു കഥയാണ്. നിങ്ങൾ ടീച്ചർമാരെല്ലാവരും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ കഥയൊക്കെ പറഞ്ഞ് പാടിയൊക്കെ തന്നിട്ടുണ്ടാവും. അതില് ആ പാട്ടില് കഥാപാത്രമായിട്ട് ഒരു അമ്മ വരുന്നുണ്ട്. ആ അമ്മയുടെ പേരെന്തായിരുന്നു ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ മക്കളെ. പൂതപ്പാട്ടില് കഥാപാത്രം. വെരി ഗുഡ്. നമ്മൾ പറയാനുള്ള തിടുക്കത്തിൽ നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് പറയരുത് കേട്ടോ. എല്ലാരും കൂടെ മൈക്ക് ഓൺ ചെയ്ത് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒച്ചയും ബഹളവും. വെരി ഗുഡ്. എല്ലാ ഉത്തരങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. നങ്ങേലിയും, ഉണ്ണിയും,
അല്ലെ? ആണ് അതിൽ പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ട്. നങ്ങേലിയുടെ കുട്ടി അല്ലെ, ഉണ്ണി കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാന കഥാപാത്രമാണ് ഭൂതം അല്ലെ. ആ ഭൂതം വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ക്ലാസ് എടുത്ത സമയത്ത് സാറ് അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നങ്ങേലിയാണ് ഭൂതപ്പാട്ടിലെ കഥാപാത്രമായിട്ട് വരുന്ന ആ ഒരു അമ്മയുടെ പേര്. ഓക്കെ, പിന്നീട് നമ്മൾ ഇതിനകത്ത് ഈ കവിതയിലെ ധാരാളം സമാന പദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ സമാന പദങ്ങള്? സാർ ഉദാഹരണത്തിനൊരു സമാന പദങ്ങൾ ഒന്ന് ചോദിക്കാം. പുഞ്ചിരി എന്ന വാക്കിന്റെ സമാന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുഞ്ചിരി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ മക്കളെ, പുഞ്ചിരി എന്ന വാക്കിന്റെ സമാന പദങ്ങൾ. പുഞ്ചിരി ഒരു 2-3 നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സ്മിതം വന്നു, വെരി ഗുഡ്. അടുത്ത രണ്ടാമത്തെ ഒന്ന് മന്ദഹാസം വന്നു, ശരി. സ്മിതം, മന്ദഹാസം. ഒരെണ്ണം കൂടെ നമുക്ക് അറിയാവുന്നുണ്ടല്ലോ, സ്മേരം വന്നു, വെരി ഗുഡ് അല്ലെ? സ്മിതം, മന്ദഹാസം, സ്മേരം. ഇങ്ങനെ നമ്മൾ സമാന പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സമാന പദങ്ങൾ പഠിക്കാൻ തന്നെ നമുക്ക് അതിനകത്ത് കുറച്ചധികം വാക്കുകൾ തന്നിരുന്നു. ഓക്കെ, ഉത്തരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. മിടുക്കര്, വെരി ഗുഡ് അല്ലെ? അതിനകത്ത് ഇടയ്ക്കൊരു തെറ്റുത്തരം വന്നു. അഞ്ചിതം എന്നൊരു വാക്ക് ആരോ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ചിതം എന്ന് പറഞ്ഞാല് പുഞ്ചിരി അല്ല കേട്ടോ. അഞ്ചിതം എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? മനോഹരം എന്നായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിച്ച് കളയരുത്. അഞ്ചിതം മനോഹരാണ്. ഓക്കെ, അപ്പൊ അഞ്ചിതം ഈ പുഞ്ചിരി എന്ന വാക്കിന്റെ പകരം പദമായിട്ട് വരുന്നതല്ല കേട്ടോ. പുഞ്ചിരി എന്ന വാക്കിന്റെ പകരം പദങ്ങള് സ്മിതം, മന്ദഹാസം, അതേപോലെ സ്മേരം. നമുക്കൊരു പക്ഷേ ഈ സമാന പദങ്ങൾ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. മുഖം എന്ന വാക്കിന്, നിലാവിന്, പുഞ്ചിരി, കയ്യ്, ഇതിനൊക്കെ സമാന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ സമാന പദങ്ങളിലും ഇതേപോലെ നമ്മൾ ചിലപ്പോൾ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ വരാം അല്ലെ? നമ്മൾ മിടുക്കര് കുട്ടികളായതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികളോട് ചോദിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെ? പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ആ ശ്രദ്ധയോട് കൂടി തന്നെ അതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയാണ്. ഒരു ഉദാഹരണം സാർ പറയാം. ചിലപ്പോ സമാന പദങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നതില് കൂട്ടത്തിൽ പെടാത്തതേത് അല്ലെ? കൂട്ടത്തിൽ പെടാത്തതേത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം നമ്മളോട് ചോദിക്കാം. അപ്പൊ അതില് സാറിന്റെ ചോദ്യം വളരെ ശ്രദ്ധിച്ച് എഴുതാവുള്ളൂ. വീഡിയോ ഓൺ ചെയ്യില്ലേ മോളെ? വീഡിയോ ആരും ഓൺ ചെയ്യരുത്, മൈക്ക് ഓൺ ചെയ്യണ്ട. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാരും? സാറ് പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് സാർ. ആ ഓക്കെ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, ശരി. അപ്പോ സാർ ഒരു ചോദ്യം പറയാം. അതായത് കൂട്ടത്തിൽ പെടാത്തതേത്? അത് നമുക്ക് കുറച്ച് സമാനപദ വാക്കുകളൊക്കെയാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആനനം, കാനനം, വദനം, ആസ്യം, ഇങ്ങനെയുള്ള 4 വാക്കുകളാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ആനനം, കാനനം, വദനം, ആസ്യം. വെരി ഗുഡ്. അതിന്റെ ഉത്തരം വന്നു കഴിഞ്ഞു അല്ലെ? അതിന്റെ ശരിയായ ഉത്തരം ഏത് വരും? കാനനം വരും. കാനനമാണ് ഈ 3 വാക്കുകളുടെ കൂടെ പെടാത്തൊരു വാക്ക്. ഓക്കെ അല്ലെ? മൈക്ക് ഓൺ ചെയ്യണ്ട. ചാറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ എല്ലാവരും ശരിയായിട്ട് ഇടുന്നുണ്ട്, സാറ് കാണുന്നുണ്ട്. കാനനം എന്ന വാക്ക് ഇതിന്റെ കൂടെ പെടുന്നതല്ല അല്ലെ? ആനനവും വദനം, ആസ്യം എന്നിവയൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്? എന്തിനു പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്? വെരി ഗുഡ്, ഉത്തരം വന്നു. മുഖം അല്ലെ? നമ്മുടെ മുഖത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആനനം, വദനം, ആസ്യം. എന്നാൽ കാനനം എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയാവോ? കാനനം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. കാനനം. ഉത്തരം വന്നു കഴിഞ്ഞു. കാട്. കാനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പറയണ്ട മക്കളെ, പറയണ്ട, എഴുതിയിട്ടാ മതി. കാട്. സാറ് കാണുന്നുണ്ട്, എല്ലാവരും ടൈപ്പ് ചെയ്തിരുന്നത് സാറ് കാണുന്നുണ്ട്. കാട്. ഓക്കെ, കാനനം എന്നാൽ അർത്ഥമാക്കുന്നത് കാടാണ് അല്ലെ? അപ്പൊ അതിനകത്ത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കും അല്ലെ? ആനനവും കാനനവും ഉണ്ട്. പക്ഷെ നമ്മൾ ആ വെപ്രാളത്തിന് ചിലപ്പോൾ അറിയാതെ എങ്ങാനും ആനനം എന്നാണ് നമ്മൾ അവിടെ ഉത്തരം എഴുതുന്നെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ആനനം, കാനനം, നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നരുത്. തോന്നി എങ്ങാനും നമ്മൾ ആനനമാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ വിലപ്പെട്ട 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കുഞ്ഞുമക്കൾ ഒരു കാരണവശാലും ചോദ്യം നന്നായിട്ട്, നേരത്തെ ടീച്ചർമാര് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം നമ്മൾ ധൃതി വെച്ച് വായിച്ചു പോകരുത്. നമ്മുടെ ആ ആത്മവിശ്വാസം, ചിലപ്പോൾ നമ്മളെല്ലാം പഠിച്ചതാണ്, നമുക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് ആ ചോദ്യം കാണുമ്പോൾ ഇതെനിക്കറിയാം, വളരെ എളുപ്പമുള്ളതാണ് എന്ന് വിചാരിച്ച് നമ്മൾ അറിയാതെ പോയ അബദ്ധത്തിൽ പെടരുത്. വ്യക്തമായിട്ട് ചോദ്യം ഒരു തവണ വായിക്കുക,
ഒരു തവണ കൂടി ചോദ്യം 2-3 തവണ ചോദ്യം വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവുള്ളൂ. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. 2-3 തവണ വായിക്കുക. നമുക്കൊന്ന് ചോദ്യം വായിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഒന്നുമില്ല. ചോദ്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും 1-2 തവണ ചോദ്യങ്ങളൊന്ന് വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാവുള്ളൂ. ഓക്കെ, നിങ്ങൾ മിടുക്കരാണ്, എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയാം. നിങ്ങളുടെ ടീച്ചർമാർ അതനുസരിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും ഇപ്പൊ ഉത്തരങ്ങൾ വന്നപ്പോഴൊക്കെ ചിലർ അതിൽ ഉത്തരം തെറ്റിച്ചതുകൊണ്ട് സാറൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരിക്കലും ആ വേഗത്തിൽ ചെയ്യാനായിട്ട് നോക്കരുത്. നമ്മളതിന്റെ ഉത്തരം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോ ഇതേപോലെ തന്നെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മറ്റ് ഒരു വാക്കുണ്ട്, നിലാവ്. നിലാവ് എന്ന് പറയുന്ന വാക്കിന്റെ സമാനപദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിലാവിന്റെ സമാനപദം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഒന്ന് കുറിച്ചിട്ടേ, ആരും പറയണ്ട. നിലാവ്, കണ്ടോ, ഇപ്പൊ തന്നെ ആദ്യം വന്ന ഉത്തരം തെറ്റിപ്പോയി. ചന്ദ്രൻ എന്നവിടെ ഉത്തരം വന്നു. നിലാവ് എന്ന വാക്കിന് പകരം പദമായിട്ട് പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ചന്ദ്രിക. പറയരുത്, ടൈപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാ വരുന്നു. കൗമുദി വന്നു, ചന്ദ്രിക വന്നു. ഓക്കെ, കൗമുദി, ചന്ദ്രിക. ഓക്കെ, കൗമുദി വന്നു അല്ലെ? പിന്നെ അവിടെ ഒരു ഉത്തരം തെറ്റിപ്പോയി. തിങ്കൾ എന്ന് വന്നു അല്ലെ? അപ്പൊ സാർ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറഞ്ഞത്. നിലാവ് എന്ന വാക്ക്, നിലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവ് അല്ലെ? ചന്ദ്രന്റെ പ്രകാശമാണ്. അപ്പോ ചന്ദ്രന്റെ പ്രകാശം എന്ന വാക്ക് നിലാവാണ്. അപ്പൊ നിലാവിന് പകരം പദമായിട്ട് ചന്ദ്രൻ എന്ന് എഴുതിയാൽ നമുക്ക് ശരിയാവോ? ഇല്ല, നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് അല്ലെ? നിലാവ് എന്ന വാക്കിന് ഒരിക്കലും ചന്ദ്രൻ എന്ന ഉത്തരം എഴുതരുത് കേട്ടോ. നിലാവ് എന്ന വാക്കിന്റെ പകരം പദമായിട്ട് ചന്ദ്രൻ എഴുതരുത്. നമുക്ക് തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സാറ വാക്കിവിടെ നിന്ന് പറഞ്ഞതാണ്. നിലാവിന്റെ ശരിയായ മറ്റു പദങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞു അല്ലേ? ഏതൊക്കെ പറഞ്ഞു? കൗമുദി പറഞ്ഞു, പിന്നെ ചന്ദ്രിക പറഞ്ഞു, പിന്നെ ഏതറിയാം? ചന്ദ്രിക, കൗമുദി, പിന്നെ ജ്യോത്സ്ന. ശരിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളാണ് നിലാവിന് പകരം പദമായിട്ട് വരേണ്ടത്. അവിടെയും നമ്മളോട് ചോദിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ ഈ കുഴപ്പിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം അല്ലെ? എങ്ങനെ ചോദിക്കും? നിലാവ് എന്ന വാക്കിന് പകരം പദമായി വരാത്തത് ഏത് എന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. നിലാവ് എന്ന വാക്കിന് പകരം പദമായി വരാത്തത് ഏത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടില്ല, മുഴുവൻ കേട്ടിട്ട് പറയുക, മൈക്ക് ഓൺ ചെയ്യണ്ട. അപ്പൊ അതിൽ ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തരുന്നത് ഇതേപോലെ ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രൻ അല്ലെ എന്നായിരിക്കും ചിലപ്പോൾ തരുന്നത്. യഥാർത്ഥ നമ്മുടെ മനസ്സിലുണ്ട് നിലാവ് എന്ന വാക്കിന്റെ ഒരു അർത്ഥം ചന്ദ്രിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ ചന്ദ്രികയാണ് എന്നുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ നമ്മൾ ചന്ദ്രൻ ചിലപ്പോൾ എഴുതി പോകും അല്ലെ? നമ്മുടെ ചന്ദ്രൻ അല്ല, ചിലപ്പോൾ അതിൽ മറ്റുള്ള ഏതെങ്കിലും ചിലപ്പോൾ വാക്കുകൾ ചിലപ്പോൾ എഴുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റിച്ച് കളയരുത്. അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത് ഏതാണ്? ചന്ദ്രൻ എന്ന് തന്നെ വരണം കേട്ടോ. അതായത് നിലാവ് എന്ന വാക്കിന് പകരം പദമായിട്ട് ചന്ദ്രിക വരുന്നുണ്ട്, കൗമുദി വരുന്നുണ്ട്, ജ്യോത്സ്ന വരുന്നുണ്ട് അല്ലെ? അപ്പോ ചന്ദ്രൻ എന്ന വാക്ക് പക്ഷെ നിലാവ് എന്ന വാക്കിന് പകരം പദമായിട്ട് വരുന്നതല്ല. അപ്പൊ അവിടെ ശരിയായ ഉത്തരം അല്ലെ? അതിലെ നിലാവ് എന്ന വാക്കിന്റെ പകരം പദമായി വരാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ചന്ദ്രൻ തന്നെ കാണിക്കണം. ഇനി ചന്ദ്രന്റെ പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചന്ദ്രൻ എന്ന വാക്കിന്റെ പര്യായ പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? പറയണ്ട. ചന്ദ്രൻ എന്ന വാക്കിന്റെ പര്യായ പദം നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, തിങ്കൾ വന്നു. ശരിയാണ്, തിങ്കൾ വന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ശശി വന്നു. ശരിയാണ്, ശശി. തിങ്കൾ. ഇന്ദു വന്നു. ശരിയാണ്, ഇന്ദു. അവിടെ ആരോ കൗമുദി നിൽക്കുകയോ? കൗമുദി ചന്ദ്രന്റെ പര്യായ പദമല്ല കേട്ടോ. ശശി വന്നു, ഇന്ദു വന്നു, പിന്നെ സോമൻ വന്നു. ഓക്കെ, വെരി ഗുഡ്, സോമൻ. ശരി. ശശാങ്കൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ശശാങ്കൻ. ഓക്കെ, ശശാങ്കൻ ചന്ദ്രന് പര്യായ പദമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതും ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം. ഇപ്പൊ ഇവിടെ ഒരാളെ തെറ്റിച്ച പോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലും അങ്ങനെ ഒരു തെറ്റുത്തരം വരാം. ഒരിക്കലും അങ്ങനെ നമ്മുടെ ആ ഒരു മാർക്ക് കളയരുത്. അപ്പോൾ ആ പകരം പദം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പഠിക്കാവുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും നമുക്ക് അതിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, ഉത്തരങ്ങളെല്ലാം വരുന്നുണ്ട്. നന്നായിട്ടുണ്ട്.
അപ്പോ സാറ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ചെറുശ്ശേരിയെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മാർക്കിന്റെ ചോദ്യമാണ്. കൃഷ്ണഗാഥ എന്ന് പറയുന്ന കാവ്യം അദ്ദേഹം രചിച്ചു, ചെറുശ്ശേരി രചിച്ചു. അത് രചിക്കാൻ കാരണമായ ഒരു കഥയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കഥ പറയണ്ട, ആരും പറയണ്ട, കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഈ കൃഷ്ണഗാഥ രചിക്കാൻ, അതായത് ഉദയവർമ്മ രാജാവിന്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ കൃഷ്ണഗാഥ രചിക്കാൻ കാരണമായത് ഒരു കളിയാണ് അല്ലെ, ഒരു ഗെയിമാണ്. ഉത്തരം വന്നു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്കറിയാം, എടുക്ക ചതുരംഗം കളിയാണ് അല്ലെ, ചതുരംഗം. ആരൊക്കെ തമ്മിലായിരുന്നു ചതുരംഗം കളിച്ചിരുന്നത്? കളിച്ചിരുന്ന സമയത്താണ് ആരൊക്കെ തമ്മിലായിരുന്നു? ചെറുശ്ശേരിയും രാജാവും. ഓക്കെ, ഉത്തരം വന്നു. ഇനി ആരും പറയണ്ട കേട്ടോ, ചെറുശ്ശേരിയും രാജാവും തമ്മിലായിരുന്നു ചതുരംഗം കളിച്ചിരുന്നത്. ആ സമയത്ത് രാജ്ഞിയുടെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായതും അങ്ങനെയുള്ള മനോഹരമായ ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചതുരംഗം കളിയില് രാജാവിന് സംഭവിച്ചൊരു പിഴവ് നികത്താൻ രാജ്ഞി സഹായിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഞി ചൊല്ലിയ ആ ഒരു ഈണമൊക്കെ രാജാവിന് ഇഷ്ടപ്പെടുകയും അതനുസരിച്ച് ആ ഒരു ഈണത്തില് ചെറുശ്ശേരിയുടെ ഒരു കാവ്യം രചിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ചെറുശ്ശേരി കൃഷ്ണന്റെ ആ ജനനം മുതൽ കൃഷ്ണന്റെ സ്വർഗാരോഹണം വരെയുള്ള ആ ഒരു കഥാഭാഗം അല്ലെ, കൃഷ്ണൻ ജനിക്കുന്നത് മുതൽ കൃഷ്ണന്റെ സ്വർഗാരോഹണം വരെയുള്ള ആ ഒരു കഥാഭാഗം കൃഷ്ണഗാഥ എന്ന പേരിൽ, കൃഷ്ണപ്പാട്ട് എന്ന പേരിൽ രചിക്കുകയാണ് ചെയ്തത് അല്ലെ. ഓക്കെ, കഥയൊക്കെ നമുക്ക് ചതുരംഗം കളിയാണ് കൃഷ്ണഗാഥ രചിക്കുന്നതിന് ഇടയാക്കിയ ആ ഒരു കളി. അപ്പൊ അത് മറക്കരുത്, നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി ഒരു കാര്യം, നമ്മൾ വള്ളത്തോളിനെ കുറിച്ച് പഠിച്ചിരുന്നു ആ കവിതയിൽ അല്ലെ, വള്ളത്തോളിന്റെ. അപ്പോ രാമായണം കഥയെ ആസ്പദമാക്കി വള്ളത്തോൾ ഒരു കൃതി രചിക്കുകയുണ്ടായിട്ടുണ്ട്. രാമായണം കഥയെ ആസ്പദമാക്കി വള്ളത്തോൾ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേര് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആ കൃതിയുടെ പേര് നമുക്കൊന്ന് ടൈപ്പ് ചെയ്തിടുവോ? രാമായണം കഥയെ ആസ്പദമാക്കി വള്ളത്തോൾ എഴുതിയ ആ കൃതിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഉത്തരങ്ങൾ ആരും തന്നെ, ഹലോ കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഉത്തരങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ടോളൂ. രാമായണം കഥയെ ആസ്പദമാക്കി വള്ളത്തോൾ എഴുതിയ അതാ ഇപ്പൊ ശരി ഉത്തരം വന്നു, സാഹിത്യമഞ്ജരി. ഓക്കെ, വെരി ഗുഡ്. സാഹിത്യമഞ്ജരിയാണ് രാമായണം കഥയെ ആസ്പദമാക്കി. ഭഗവത്ഗീത അല്ലല്ലോ. ഉത്തരങ്ങൾ ചെറിയ തെറ്റുത്തരങ്ങളും വരുന്നുണ്ട്, കുട്ടികളുടെ രാമായണം എന്നൊക്കെ വരുന്നുണ്ടല്ല. സാഹിത്യമഞ്ജരിയാണ് ശരിയായ ഉത്തരം കേട്ടോ. നമ്മളപ്പോ ആ ചോദ്യം നമ്മൾ പഠിക്കണം, അതിന്റെ ഉത്തരം നമ്മൾ പഠിച്ചിരിക്കണം. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. രാമായണം കഥയെ ആസ്പദമാക്കി വള്ളത്തോൾ എഴുതിയ കൃതിയുടെ പേര്. ഓക്കെ, വെരി ഗുഡ്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മുടെ ആ രണ്ടാമത്തെ യൂണിറ്റ് അല്ല, ആ വെണ്ണക്കണ്ണൻ കവിതയ്ക്ക് ശേഷം നമ്മൾ രണ്ടാമതൊരു കഥ നമ്മൾ പഠിച്ചു. കുട്ടന്റെയും ലൈലയുടെയൊക്കെ കഥ പഠിച്ചിരുന്നു അല്ലെ. ആ പാഠഭാഗം ഓർക്കുന്നുണ്ടോ? ആ പാഠഭാഗത്തിന്റെ പേരൊന്ന് വേഗം ഒന്ന് ടൈപ്പ് ചെയ്ത് പറയാമോ? എന്തായിരുന്നു പാഠഭാഗം? ഓക്കെ, അയ്യോ മൈക്ക് ഓൺ ചെയ്ത് പറയണ്ട. സ്നേഹം ദാൻ ശക്തി. വെരി ഗുഡ്. സ്നേഹം ദാൻ ശക്തി. ഓക്കെ. ഈ സ്നേഹം ദാൻ ശക്തി എന്ന കഥാഭാഗത്തില് നമ്മൾ അതിനകത്തൊരു ആക്ടിവിറ്റി ചെയ്തതാണ്. കുറച്ച് സ്നേഹവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുറച്ച് സ്നേഹവചനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവുമല്ലോ മക്കള് സ്നേഹവചനങ്ങൾ അല്ലെ. അപ്പൊ ആ സ്നേഹവചനങ്ങൾ ഇതേപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സ്നേഹവചനങ്ങൾ. അത് നമ്മളോട് ചോദിക്കുന്ന ഒരുപക്ഷെ സ്നേഹവചനങ്ങളായിട്ടല്ലായിരിക്കും ചോദിക്കുന്നത്. പിന്നെയോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മിടുക്കരാണ്. നമ്മളെ ഒന്ന് കുഴപ്പിക്കാവുന്ന രീതിയിൽ ഉള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തിന് പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു സ്നേഹവചനം സാറെന്ന് പറയാം. അത് ആരാണ് രചിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടണം കേട്ടോ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. സ്നേഹമാണ് അഖിലസാരമൂടിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. ചോദ്യം കേട്ടല്ലോ അല്ലെ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. അയ്യോ, ഒരു ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. വയലാർ എന്നാരോ ടൈപ്പ് ചെയ്തിട്ടു. വയലാറിന്റെ വരികളല്ല അത്. ആരുടെ വരികളാണ്? ഇപ്പൊ ശരി ഉത്തരങ്ങളൊക്കെ വരുന്നത് കുമാരനാശാന്റെയാണ് അല്ലെ. കുമാരനാശാന്റെ വരികളാണ്.
അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സ്നേഹവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന പ്രശസ്തരായവരുടെ ഒക്കെ സ്നേഹവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗാന്ധിജിയുടെ സ്നേഹവചനങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒത്തിരി ചെറിയ വയലാറിന്റെ ഒരു ചെറിയ കവിതാ ശലകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശരി ഗാന്ധിജി മൈക്ക് ഓൺ ചെയ്ത് പറയാൻ മക്കളെ. അപ്പോ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം. ഈ ഒരു വരി രചിച്ചിരിക്കുന്നത് കുമാരനാശാനാണ് കേട്ടോ. അപ്പോൾ തെറ്റിച്ച് കളയാതെ ഒരു വയലാറിനൊരു തെറ്റുത്തരം വന്നിരുന്നു. ഇനി ഈ കുമാരനാശാനെ വിശേഷിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക പേരുണ്ട്. കുമാരനാശാൻ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്നു. അത് മക്കൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. വെരി ഗുഡ്. സ്നേഹഗായകൻ. സ്നേഹഗായകൻ ചിലപ്പോൾ ചോദ്യം ചിലപ്പോൾ തിരിച്ചൊക്കെ വരാം, ചിലപ്പോൾ ഓപ്ഷൻസ് ചോദിക്കും. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? നമ്മളോട് ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് നൽകിയായിരിക്കും ചോദിക്കും. ഈ ഓപ്ഷൻസ് തരുമ്പോൾ നമ്മൾക്ക് രണ്ട് രീതിയിൽ നമുക്ക് അതിന്റെ ഉത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംശയമുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്ത് ഉത്തരം എഴുതാൻ സാധിക്കും. പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന രീതിയിലും നമുക്ക് ഒരു സംഗതി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷൻസ് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചോളുക. നമുക്ക് കൺഫ്യൂഷൻസ് വരരുത്. കൺഫ്യൂഷൻ വരാതെ അതിന്റെ ശരിയായ ഉത്തരത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തണം കേട്ടോ. അപ്പോ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻസ് വരികയാണ്. അതിനകത്ത് കുമാരനാശാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കുമാരനാശാൻ എഴുതാവുള്ളൂ. മറ്റു ഓപ്ഷൻസിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. അതേപോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള സംഗതിയാണ് ഇതുപോലെ സ്നേഹവചനങ്ങൾ എല്ലാവരും തന്നെ. വയലാറിന്റെ സ്നേഹവചനങ്ങൾ, അതുപോലെ ഗാന്ധിജിയുടെ സ്നേഹവചനങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ച് ഓർത്തൊക്കെ ഇരിക്കേണ്ടതാണ്. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ ഈ യേശുദേവന്റെ യേശുക്രിസ്തുവിന്റെ ഒരു സ്നേഹവചനം. എന്തോ മോനെ കേട്ടില്ല, മൈക്ക് ഓൺ ചെയ്ത് പറയണ്ട. യേശുക്രിസ്തുവിന്റെ പ്രശസ്തമായ ഒരു സ്നേഹവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ അല്ലെ. അപ്പോ ഒരുപക്ഷെ സ്നേഹവചനം തന്നിട്ട് ഇത് ആരുടെ അതിന് ശരിയായ ഉത്തരം യേശുക്രിസ്തു എന്ന് തന്നെ എഴുതുക കേട്ടോ. അപ്പൊ അതേപോലെ സ്നേഹവചനങ്ങൾ എല്ലാവരുടെയും ഉണ്ട്. എല്ലാം ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല, സമയക്കുറവ് കൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ തെറ്റിച്ച് കളയരുത്. പറഞ്ഞ് സൂചിപ്പിച്ച ഇതാണല്ലോ, തെറ്റിച്ച് കളയരുത്. അതേപോലെ നമ്മുടെ പാഠഭാഗത്ത് പഠിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ആരോ ക്ലിയർ ആകുന്നില്ല എന്ന് ഇട്ടിരുന്നു. ക്ലിയർ ആകുന്നില്ല മക്കളെ? എല്ലാവർക്കും ക്ലിയർ ആകും. വെരി ഗുഡ്. ഞാൻ ചോദിച്ച മറുപടി ആരാണ് ഒരു ടൈപ്പിൽ ഉത്തരം ശരിയാണ്. സാറ് ചോദിച്ചൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. എല്ലാവർക്കും ക്ലിയർ ആകാതെ കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ ആവുന്നുണ്ട്. അപ്പോ മോളെ അല്ലെങ്കിൽ ക്ലിയർ ആയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആ റേഞ്ചിന്റെ പ്രശ്നമാണ്. സാറിന് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ സാങ്കേതിക പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ക്ലിയർ ആകാതെ വന്നത് കേട്ടോ. അത് സമയം ക്ഷമിക്കുക. അപ്പൊ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് അല്ലെ. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് അല്ലെ. അപ്പോ അത് നമുക്കൊരു ഒരുപക്ഷെ ശരി ഒരുപക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഇത്രയും കൂടെ ഒരു ട്വിസ്റ്റ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഏത് ശ്രുതിയിൽ നിന്നാണ് ഈ സ്നേഹവചനം അല്ലെങ്കിൽ ഈ വരികൾ എടുത്തിട്ടുള്ളത് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അതാ ഉത്തരം. അനുകമ്പാദശകം അല്ലെ. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആ വചനങ്ങൾ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അനുകമ്പാദശകം എന്ന കൃതിയിൽ നിന്നാണ് അല്ലെ. ഓക്കെ, അത് വെരി ഗുഡ്. അത് വളരെ ശരിയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ കുമാരനാശാന്റെ പ്രശസ്തമായ ഒരു വരികളുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. ഇത് കുമാരനാശാന്റെ വരികളാണ്. ഇത് അദ്ദേഹത്തിന്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാവോ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ.
ഓക്കെ, പറയണ്ട. അയ്യോ, കരുണയല്ല. ഒരു ഉത്തരം കരുണയെന്ന് വന്നു. ഓക്കെ, പറയണ്ട മക്കളെ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി. ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്തിടുക. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. അതിന്റെ ശരിയായ ഉത്തരം എല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. ചണ്ടാല ഭിക്ഷുവിയാണ് കേട്ടോ, ചണ്ടാല ഭിക്ഷു. അപ്പൊ നമ്മൾ എല്ലാവർക്കും തന്നെ നമുക്ക് കുമാരനാശാന്റെ കൃതികളൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഇവിടെ 2 തെറ്റുത്തരങ്ങൾ വന്നു. അതിൽ കരുണയൊക്കെയാണ്. കരുണ ശരിയാണ്, കുമാരനാശാന്റെ കൃതിയാണ്. പക്ഷേ ഈ ഒരു സ്നേഹവചനം മക്കളെ, മൈക്ക് ഓഫ് ചെയ്തേ, മൈക്ക് ഓഫ് ചെയ്തേ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്ന ഈ ഒരു വരികള്, കുമാരനാശാന്റെ വരികള് അദ്ദേഹത്തിന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നമ്മളെ ചിലപ്പോൾ എത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് 4 കൃതികൾ, കരുണയും അതുപോലെ ചണ്ടാല ഭിക്ഷുകിയും വീണപ്പൂവ് എന്നുള്ള കൃതികൾ ഏത് കൃതികളാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ കേട്ടോ, മൈക്ക് ഓഫ് ചെയ്യൂ കേട്ടോ. ഷംല എന്ന് പറയുന്ന ആ കുട്ടിയൊന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. ഷംല. ഓക്കെ, അപ്പോ കുമാരനാശാന്റെ കൃതികളാണ് കരുണ, അതുപോലെ വീണപൂവ്, അല്ലെ, ചണ്ടാല ഭിക്ഷുകിയൊക്കെ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഈ വരികള്, സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു എന്ന ഈ വരികള് കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നായിരിക്കും ചോദ്യം. അതിന്റെ ഓപ്ഷൻ നോക്കുമ്പോൾ ചണ്ടാല ഭിക്ഷുകി ഉണ്ടാവാം, വീണപൂവ് ഉണ്ടാവാം, കരുണ ഉണ്ടാവാം, അല്ലെ, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിന് ശരി ഉത്തരം ഏതാണ് വരേണ്ടത്? നമുക്കൊരു കൺഫ്യൂഷൻ തോന്നരുത്. അതിന്റെ ശരി ഉത്തരം നമ്മൾ ചണ്ടാല ഭിക്ഷുകി. ആരോ വീണപൂവ് എന്നൊക്കെ എഴുതി, വീണപൂവല്ല കേട്ടോ. അപ്പോ ചണ്ടാല ഭിക്ഷുകി എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ശരിയായ രീതിയിൽ അതിന്റെ ഉത്തരം എഴുതണം കേട്ടോ, മാറി പോവരുത്. അതേപോലെ നമ്മുടെ ഈ സ്നേഹം താൻ ശക്തി എന്ന കൃതി ആരുടെ രചനയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സ്നേഹം താൻ ശക്തി എന്ന കൃതി ആരുടെ രചനയാണ്? ആരാണ് അത് എഴുതിയത്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി, മൈക്ക് ഓൺ ചെയ്യരുത് കേട്ടോ. നിത്യ ചൈതന്യ യതി. ഓക്കെ, ശരി ഉത്തരം വന്നു. നിത്യ ചൈതന്യ യതി. അപ്പൊ നിത്യ ചൈതന്യ യതിയെ കുറിച്ച് നമ്മൾ ആ പാഠഭാഗത്തിലെ ജീവചരിത്രക്കുറിപ്പൊക്കെ നമ്മൾ എഴുതിയതാണ് അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം ഈ നിത്യ ചൈതന്യ യതിയുടെ യഥാർത്ഥ പേരിതാണോ? അദ്ദേഹത്തിന് യഥാർത്ഥ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. നിത്യ ചൈതന്യ യതിയുടെ യഥാർത്ഥ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ഓക്കെ, ഉത്തരങ്ങൾ വരുന്നു. നമ്മളെ മൈക്ക് ഓൺ ചെയ്യണ്ട. നമുക്ക് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ. ഇപ്പോൾ ശരി ഉത്തരങ്ങൾ എല്ലാവരുടെയും വരുന്നുണ്ട്. നിത്യ ചൈതന്യ യതിയുടെ യഥാർത്ഥ പേര് ജയചന്ദ്രൻ എന്നാണ് അല്ലെ? ജയചന്ദ്രൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഒരു വ്യക്തി ഇപ്പൊ നിത്യ ചൈതന്യ യതിയുടെ കൃതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു ചോദ്യം വരാൻ സാധ്യതകളാണ്. അത് സാറൻ സൂചിപ്പിച്ചാണ്. നിത്യ ചൈതന്യ യതിയുടെ ഒരു കൃതി താഴെ പറയുന്നതിൽ ഏതാണ്? എന്നിട്ട് ചിലപ്പോൾ ഓപ്ഷൻസ് നമ്മൾ മോളെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേ. മോളെ ഷംലയുടെ ആ മൈക്ക് ആണല്ലോ ഓൺ ആയിരിക്കുന്നത്. ഷംല മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞു മോളെ, പറഞ്ഞു. ആരും മൈക്ക് ഓൺ ചെയ്യരുത് കേട്ടോ, മൈക്ക് ഓഫ് ചെയ്യുക. എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പൊ ചോദ്യം സാറ് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കുക. താഴെ പറയുന്നതിൽ നിത്യ ചൈതന്യ യതിയുടെ കൃതി ഏതാണ് എന്നൊരു ചോദ്യം വരാം. ചില ഓപ്ഷൻസും തന്നിട്ടുണ്ടാവാം. മഞ്ഞുതുള്ളി, മഞ്ഞപ്പാവാട, വളപ്പൊട്ടുകൾ. ഈ 3 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. മഞ്ഞുതുള്ളി, മഞ്ഞപ്പാവാട, വളപ്പൊട്ടുകൾ. ഇതില് അതിന്റെ ശരിയായ ഉത്തരം ഏതാണ്? നിത്യചൈതന്യ യതിയുടെ ശരിയായ ഉത്തരം ഇപ്പൊ എല്ലാവരും എഴുതുന്നുണ്ട്. മഞ്ഞുതുള്ളിയാണ് കേട്ടോ, മഞ്ഞുതുള്ളി. അപ്പൊ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്ന മഞ്ഞപ്പാവാട എഴുതരുത്. മഞ്ഞപ്പാവാട ആരുടെ കൃതിയാണെന്ന് അറിയാലോ അല്ലേ? അപ്പോ അതിന്റെ നിത്യചൈതന്യ യതിയുടെ കൃതി മഞ്ഞുതുള്ളിയാണ് കേട്ടോ. ഇനി സാർ ഒന്നുകൂടെ ഇത് മാറ്റി ചോദിക്കുകയാണ്. മഞ്ഞപ്പാവാട എന്ന കൃതി ആര് രചിച്ചാന്ന് നിങ്ങൾക്കറിയാലോ, മക്കൾക്കറിയാലോ അല്ലേ?
വെരി ഗുഡ്. അതിന്റെ ഉത്തരം വന്നു ഡോക്ടർ ശ്രീകുമാരൻ, ഡോക്ടർ കെ ശ്രീകുമാർ. ഡോക്ടർ കെ ശ്രീകുമാറിന്റെ ആ ഒരു ചെറിയ കഥ പഠിച്ചുകൊണ്ടാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആരംഭിച്ചത് അല്ലെ. വിശപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറിയ കഥ പഠിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒന്നാമത്തെ യൂണിറ്റ് തന്നെ ആരംഭിച്ചത്. അമൃതം എന്ന് പറയുന്ന യൂണിറ്റ് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ കഥ പഠിച്ചുകൊണ്ടാണ്. എല്ലാവരും നന്നായിട്ട് ആ കഥയൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രസകരമായ രീതിയിലൊക്കെ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടർ കെ ശ്രീകുമാറിന്റെ മഞ്ഞപ്പാവാട എന്ന കൃതി, അതേപോലെ തന്നെ നിത്യചൈതന്യയുടെ കൃതി എന്ന് പറയുന്നത് മഞ്ഞുതുള്ളിയാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ മാറിപ്പോകരുത്. ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി സാറാവെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരി ഉത്തരങ്ങൾ വരുന്നതിന്റെ കൂടെ ചില ഉത്തരങ്ങൾ ചിലർ തെറ്റിച്ചിടുന്നുണ്ട്. സാർ അത് കാണുന്നുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് എന്റെ മക്കൾ ആരും അത് തെറ്റിച്ച് കളയരുത്. ആ വിലപ്പെട്ട ഒരു മാർക്ക് നമ്മൾ കളയരുത് കേട്ടോ. ഒരു കാരണവശാലും നമ്മളത് കളയരുത്, നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സ്കോളർഷിപ്പിനെ നമ്മൾ ബാധിക്കുന്നത്. അതുകൊണ്ട് ഒരു മാർക്ക് കളയാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. പിന്നെ നമ്മുടെ ഇടശ്ശേരിയുടെ കൃതികളെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇടശ്ശേരിയുടെ കൃതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോ കറുത്ത ചെട്ടിച്ചികൾ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് അല്ലെ. കറുത്ത ചെട്ടിച്ചികൾ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ നമ്മളോട് ഈ പറയുന്ന പോലെ ഇടശ്ശേരി, ചെറുശ്ശേരി രണ്ടുപേരും ആ ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ചെറുശ്ശേരിയും ഇടശ്ശേരിയും ആ ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റിച്ച് ചെറുശ്ശേരി എന്ന് എഴുതരുത് കേട്ടോ. ചെറുശ്ശേരി എന്ന് എഴുതിയാൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. കറുത്ത ചെട്ടിച്ചികൾ ആരുടെ കൃതിയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൃതിയാണ്. അപ്പോ ഇടശ്ശേരി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ചെറുശ്ശേരി എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ ആ വേഗത്തിൽ ഉത്തരം എഴുതുമ്പോൾ ചെറുശ്ശേരി എന്ന ഉത്തരം എഴുതി പോകരുത്. നമ്മൾ അതിൽ ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത്. കറുത്ത ചെട്ടിച്ചികൾ ഇടശ്ശേരിയുടെ കൃതിയാണ് കേട്ടോ. അപ്പൊ അത് മക്കള് തെറ്റിച്ച് കളയാതെ ഇരിക്കുക. ശരി. പിന്നെ നമ്മുടെ വിപരീത പദങ്ങൾ നമ്മൾ ധാരാളം അതിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. വാക്കുകളുടെ മുൻപിൽ ആ എന്ന അക്ഷരം ചേർത്ത് ധാരാളം വിപരീത പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കില്ലെന്ന് എനിക്ക് ഒരു 90% ഉറപ്പുണ്ട്. എന്നാലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം സാറ് പറയാം. അപ്പോ വാക്കുകളുടെ മുമ്പിൽ ആ ചേർത്ത് വിപരീത പദം വരുന്ന പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഉദാഹരണത്തിന് വാക്കുകൾ പഠിച്ചിരുന്നത് സാധാരണം, അസാധാരണം നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കല്ലേ. സാധാരണം, അസാധാരണം. അതുപോലെ നീതി, അനീതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നിങ്ങളെ കൊണ്ട് എഴുതിക്കാത്ത സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ സമയം തീരാറായതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. നീതി, അനീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധർമ്മം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ധർമ്മം ആ വാക്കിന് മുമ്പ് ആ ചേർത്ത് കഴിയുമ്പോൾ അധർമ്മം എന്നാകും. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സത്യം എന്ന വാക്കിന് മുമ്പ് ആ എഴുതുമ്പോൾ അസത്യം. സത്യം, അസത്യം അതിന്റെ വിപരീതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാർ ഇതിവിടെ സൂചിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം. സന്തോഷം എന്ന വാക്ക് അല്ലെ. സന്തോഷം എന്ന വാക്കിന് വിപരീത പദം അല്ലെ. സന്തോഷം എന്ന വാക്കിന്റെ എതിർപദം അസന്തോഷം. ഈ ഒരു പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാധാരണം, അസാധാരണം, നീതി, അനീതി, ധർമ്മം, അധർമ്മം, സത്യം, അസത്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സന്തോഷം എന്നിട്ട് അതിന്റെ വിപരീത പദം അസന്തോഷം എന്നാണ് പറയുന്നതെങ്കിൽ, അവിടെ തന്നിരിക്കുന്നതെങ്കിൽ അത് ശരിയായ ഒരു വിപരീത പദമാണോ? സന്തോഷത്തിന് ശരിയായ വിപരീത പദമാണോ? അല്ല. സന്തോഷത്തിന്റെ ശരിയായ വിപരീത പദം നമ്മൾ പഠിച്ചിട്ടുണ്ട് ദുഃഖം ആണ് അല്ലെ. ദുഃഖം. അപ്പോ നമ്മൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലപ്പോ ഒരു പെട്ടെന്നൊരു ടെൻഷൻ കയറി നമ്മൾ ആ ചേർത്ത് വിപരീത പദങ്ങൾ ചേർക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സന്തോഷം, അസന്തോഷം, അത് ശരിയാണ് എന്നും നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഉത്തരം വന്ന് നമ്മൾ അറിയാതെ അങ്ങനെ തെറ്റിച്ച് കളയരുത്. നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആ മാർക്ക് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാർക്ക്. സംശയം ചോദിക്കട്ടെ? മൈക്കോ എന്താണ് മോനെന്ന് പറഞ്ഞോളൂ. സർ, സന്തോഷത്തിന്റെ വിപരീത പദം സന്താപമല്ലേ? ദുഃഖം. സന്താപം. ഓക്കെ, സന്താപം. ദുഃഖം, സുഖം. ഓക്കെ. സന്താപമാണ് ശരിയായ വാക്ക്. സന്താപമാണ്. സന്തോഷം, സന്താപം ശരിയാണ് മോൻ പറഞ്ഞത് കേട്ടോ.
സാർ ഗാന്ധിജിയുടെ സ്നേഹവചനം എന്താണെന്നറിയാമോ? മൈക്ക് ഒന്ന് ഓഫ് ചെയ്യും മക്കളെ. മൈക്ക് ഇങ്ങനെ എല്ലാവരും ഓൺ ചെയ്യരുത്, മൈക്ക് ഓൺ ചെയ്യരുത്, മൈക്ക് ഓഫ് ചെയ്യണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടോളൂ കേട്ടോ. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോളൂ, സാറ് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ രണ്ടാം സ്നേഹദാന ശക്തി എന്ന പാഠഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പാഠഭാഗത്തിലേക്ക് കടന്നത് ഏതായിരുന്നു? ഒരു പ്രശസ്തനായ കവിയുടെ ഒരു കവിതയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അല്ലെ? ആ യൂണിറ്റിലെ തന്നെ അവസാന ഭാഗം നമ്മൾ പഠിച്ചിരുന്നത് ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ മക്കളെ. ആ കുടയില്ലാത്തവർ എന്ന് പറയുന്നത്. കുടയില്ലാത്തവർ എന്ന് പറയുന്ന കൃതി ആരുടെ രചനയാണ്? നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. കുടയില്ലാത്തവർ ആരുടെ കൃതിയാണ്? കുടയില്ലാത്തവർ? മക്കളെ മുഴുവൻ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറയരുത്. ONV കുറുപ്പ് സാറിന്റെ കവിത നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. അതിൽ കുടയില്ലാത്തവർ എന്ന് പറയുന്ന കവിത രചിച്ചത് ONV ആണെന്ന് നമുക്കറിയാം. സാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ONV കുറുപ്പ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് അതിന്റെ അറിയാതെ ഉത്തരം വന്നു കഴിഞ്ഞു. വെരി ഗുഡ്. ഒറ്റപ്പാട്ട് നീലകണ്ഠൻ വേലുക്കുറുപ്പ്. മൈക്ക് ഓൺ ചെയ്ത് പറയരുതേ മക്കളെ, മൈക്ക് ഓൺ ചെയ്യരുത്. ഒറ്റപ്പാട്ടിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. അതേപോലെ നമുക്ക് ONV കുറുപ്പിന്റെ കൃതികളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം സാറ് പറയുകയാണ്, ONV കുറുപ്പിന്റെ കൃതികളിൽ പെടാത്തതേത് എന്നൊരു ചോദ്യം വന്ന് താഴെ കുറച്ച് ഓപ്ഷൻസ് തരാന്ന് വിചാരിക്കാം. ഓപ്ഷൻസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ONV കുറുപ്പിന്റെ കൃതികളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് മാത്രം ഉത്തരം എഴുതുക. അതിൽ തന്നിരിക്കുന്നത് ഉപ്പ്, ഭൈരവന്റെ തുടി അല്ലെ, അക്ഷരം, അതേപോലെ മഞ്ഞപ്പാവാട എന്നാണ് വിചാരിക്കുക. ഇതിലേതാണ് നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതുക? ഉത്തരം ഓക്കെ. ശരിയായ ഉത്തരം വന്നു. മഞ്ഞപ്പാവാടയാണ് അവിടെ നമുക്ക് തെറ്റായ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് വരാം. ONV കുറുപ്പിന്റെ കൃതികളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഉപ്പ് അദ്ദേഹത്തിന്റെ കൃതിയാണ് അല്ലെ? ഞാൻ അഗ്നി, നമ്മുടെ കുടയില്ലാത്തവർ എന്ന് പറയുന്ന കവിതാഭാഗത്തിൽ ഞാൻ അഗ്നി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ ഭൈരവന്റെ തുടി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് മഞ്ഞപ്പാവാട എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ONV കുറുപ്പിന്റെ കൃതിയല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തെരഞ്ഞുപിടിച്ച് ONV കുറുപ്പിന്റെ കൃതി അല്ലാത്തത് ഏത് എന്നാണ് അവിടെ ചോദ്യം വന്നത്. അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ അതിന്റെ ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ അത് മറന്നു പോകരുത്. പിന്നെ ONV കുറുപ്പ് സാറിന്റെ കൃതികളെല്ലാം തന്നെ നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചില പ്രശസ്ത വരികളിൽ കുഞ്ഞേടത്തി കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുഞ്ഞേടത്തി നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനകത്ത് ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും, ഈ വരികള് ONV കുറുപ്പിന്റെ ഏത് കവിതാഭാഗത്തിൽ നിന്നുള്ളതാണ് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെഴുതും? ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും, ഈ വരികൾ വെരി ഗുഡ്. അയ്യോ, ഒരാൾ ഉത്തരം തെറ്റിച്ചു. അവിടെ പൂതപ്പാട്ട് എന്നാരും ഉത്തരം എഴുതി. പൂതപ്പാട്ട് ONV കുറുപ്പ് സാറിൻ്റെതല്ല അല്ലെ? പൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയാണ്. അപ്പൊ ONV കുറുപ്പിന്റെ വരികളാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അറിയാതെ അതിനകത്ത് കുടയില്ലാത്തവർ ഉത്തരം എഴുതി പോകരുത് അല്ലെ? അല്ലെ ഇപ്പൊ ഇവിടെ തെറ്റിച്ച പോലെ പൂതപ്പാട്ടെന്ന് എഴുതരുത്. അതിന്റെ ശരിയായ ഉത്തരം കുഞ്ഞേടത്തി എന്ന കവിതാഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ വരികൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് വളരെയധികം വ്യക്തമായിട്ട് എന്താണ് പറയുന്നത്, ആ വരികൾ നമ്മൾ ഹൃദിസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ധൃതി വെച്ച് നമ്മളത് തെറ്റിച്ച് കളയരുത് കേട്ടോ മക്കളെ. ആ വിലപ്പെട്ട ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടാണ് സാറത് സൂചിപ്പിച്ചത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഇതുപോലെ ചെറിയ പ്രശസ്ത കവിതാശലകങ്ങൾ പലതും ഉണ്ട്. ധാരാളം സിനിമാ ഗാനങ്ങൾ അല്ലെ, ധാരാളം നാടക ഗാനങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ടുപേരി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ പരമാവധി വായിച്ചിരിക്കേണ്ടതാണ്. പരമാവധി കവിതകൾ നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ എങ്കിലും എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് വായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇതുപോലെ പ്രശസ്ത കവിതകൾ അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു കവികളുടെ ഒക്കെ ആണെങ്കിലും പ്രശസ്ത കവിതകളുടെ ചെറിയ ഏറ്റവും പ്രശസ്തമായ കുറച്ച് വരികൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുമായിട്ടൊന്ന് പരിചയപ്പെട്ടിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് വരികൾ തന്നിട്ട് ഇത് ആരുടെ വരികളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന കവിയുടെ അല്ലെ ഇന്ന ആളുടെ വരികളാണെന്ന് നമുക്ക് ഒന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതേപോലെ തന്നെ ആ വരികൾ അദ്ദേഹത്തിന്റെ ഏത് കൃതിയിൽ നിന്നാണെന്നുള്ള ഒരു പക്ഷെ ചോദിക്കാം. അപ്പൊ അതും നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കണം
കേട്ടോ. അങ്ങനെ ആ രീതിയിൽ ചോദിക്കുന്ന ഒരു മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഓക്കെ. അപ്പോ സാറ് ഏകദേശം നമ്മുടെ ഒരു ഒന്നാമത്തെ യൂണിറ്റിന്റെ നമ്മുടെ പരീക്ഷയ്ക്ക് LSS പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, അതേപോലെ തന്നെ നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള ആ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. മക്കൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല തയ്യാറെടുപ്പ് കൂടി ഇരിക്കുന്ന ഒരു സമയമാണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ നോക്കിനെ. അപ്പൊ അത് അങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ആ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മക്കളെ ഒന്ന് പറഞ്ഞോളൂ മോളെ, എന്തായിരുന്നു ഇപ്പൊ ചോദിച്ചത്? ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചോദിച്ചല്ലോ. ഗാന്ധിജിയുടെ സ്നേഹവചനം എന്താണ്? ഗാന്ധിജിയുടെ സ്നേഹവചനം എന്തായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പ്രതികരിക്കൂ. ഗാന്ധിജിയുടെ സ്നേഹവചനം. ജീവിതം മരണത്തിന് തുല്യമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ആരാണ് പറഞ്ഞത്? ആ പേരൊന്ന് പറയൂ മോനെ. തുല്യമാണ്. പേരൊന്ന് പറയൂ മോനെ. ഇപ്പൊ ഉത്തരം പറഞ്ഞയാളുടെ പേരൊന്ന് പറയൂ. ശിവപ്രിയ. ശിവപ്രിയ. മോളെ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ മോളെ. വെരി ഗുഡ്. ജീവിതം മരണത്തിന് തുല്യമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഗാന്ധിജിയുടെ അല്ലെ, സ്നേഹമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണ്. ഈ ഒരു വചനമാണ് ഗാന്ധിജിയുടേത്. അപ്പൊ ഇതുപോലെ സ്നേഹവചനങ്ങൾ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ശിവപ്രിയ മിടുക്കിയാണ് കേട്ടോ. വെരി ഗുഡ് കേട്ടോ. അപ്പൊ എന്തായാലും ഇതേപോലെ സ്നേഹവചനങ്ങള്, അതേപോലെ അവരുടെ കൃതികള്, ഈ പ്രശസ്തരായ കവികളുടെ ചെറിയ ചെറിയ കവിതാശലകങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃതിസ്ഥമാക്കിയിരിക്കുക. നമ്മൾ നല്ല ഭംഗിയായിട്ട് ഈ പാഠഭാഗം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെയുള്ള കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നാലും നമ്മൾ ആ കുഴിയിൽ വീഴരുത്, ആ ചുഴിയിൽ വീണു പോകരുത്. നമ്മൾ വ്യക്തമായിട്ട് അതിന്റെ ഉത്തരങ്ങൾ ശരിക്കും ആലോചിക്കണം. രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് ഉത്തരം എഴുതാവുന്നതെന്ന് സാറ് പറയുള്ളൂ. സമയക്കുറവുണ്ട്, ഒത്തിരി ആലോചിച്ചിരുന്ന സമയം കളയരുത്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ആ 1 മാർക്ക്, 5 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ആ ഓരോ മാർക്കിന്റെ വീതമുള്ള ചോദ്യങ്ങൾ 5 ഉണ്ടാവും. ആ 5 മാർക്ക് നമ്മൾ മേടിച്ചിരിക്കണം. നമുക്ക് ഒരു കാരണവശാലും ആ സ്കോളർഷിപ്പിന് ആ 1 മാർക്ക് നഷ്ടപ്പെടരുത്. ഈ ഒരു കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് സാറിന് ചെയ്തത്. നല്ല രീതിയിൽ സഹകരിച്ച എല്ലാ മക്കളും എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്.